നോക്കാം. ബഹിരാകാശത്ത് ചരിത്ര നിമിഷം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംഘം നിലയത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ചരിത്ര നിമിഷത്തിലേക്കാണ് ശുഭാംശു ശുക്ല കാലെടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യൻ സാന്നിധ്യമായി ആദ്യമായി ഒരു വ്യക്തി എത്തിയിരിക്കുകയാണ്. ഡോക്കിംഗ് പൂർണ്ണ വിജയമായിരുന്നു. ഇപ്പോൾ ആക്സിയം 4 ദൗത്യം അത് സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാവുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ശുഭാംശു ശുക്ലയും സംഘവും ഇപ്പോൾ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് അവർ ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനുള്ളിലാണ് ഉള്ളത്. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് അത്രത്തോളം അഭിമാനകരമായ ദൗത്യമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. ശുഭാംശു ശുക്ല ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഭാഗമായിരിക്കുന്നു. ഇനി ഈ സംഘത്തിന് ബാക്കിയാകുന്നത് വളരെ നിർണായകമായ ഒട്ടനവധി പരീക്ഷണങ്ങളാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഇനിയുള്ള 2 ആഴ്ച ഈ ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമാണ്. ഇനിയുള്ള 14 ദിവസം അവർ 60 പരീക്ഷണങ്ങളാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടത്താൻ പോകുന്നത്. അതിൽ 7 എണ്ണം മൈക്രോഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഈ ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടുള്ള 7 നിർണായക പരീക്ഷണങ്ങളാണ് ഇതിൽ ശുഭാംശു ശുക്ല ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഈ ദൗത്യസംഘം 4:30-നായിരുന്നു. ഇതെല്ലാം നേരത്തെയായിരുന്നു ഈ ദൗത്യത്തിൻ്റെ എല്ലാ പടികളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു മുൻപേ മെയ് 29-ന് പ്രഖ്യാപിച്ചിരുന്ന ദൗത്യം അന്ന് നടക്കാതെ പല കുറി നീട്ടിവെച്ച് ഇപ്പോൾ നടന്നത് ജൂൺ 25-ാം തീയതിയാണ്. അത്ര നീണ്ടുപോയ ഈ ദൗത്യത്തിൻ്റെ മറ്റ് പ്രക്രിയകളെല്ലാം വളരെയധികം നേരത്തെയാണ് നടന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ വിക്ഷേപണം കൃത്യം ജൂൺ 25 ഇന്ത്യൻ സമയം 12:01 തന്നെ നടന്നു. എന്നാൽ അതിൻ്റെ യാത്ര ഉദ്ദേശിച്ച സമയത്തിനേക്കാൾ അരമണിക്കൂർ നേരത്തെയായിരുന്നു അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത്. 26-ാം തീയതി ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30-ന് ഡോക്കിംഗ് പറഞ്ഞിരുന്നുവെങ്കിലും 4 മണിക്ക് തന്നെ ഡോക്കിംഗ് പൂർത്തിയായി. അതിനുശേഷം ഇപ്പോൾ മറ്റ് പ്രക്രിയകളെല്ലാം ഇപ്പോൾ പൂർണ്ണമായി ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇപ്പോൾ 4 പേരും പ്രവേശിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം ഒരു വാം വെൽക്കം തന്നെയാണ് അവർക്ക് നൽകിയത്. ഇപ്പോൾ ഹാർട്ട് ക്യാപ്ചറിൻ്റെ മറ്റ് കാര്യങ്ങൾ, ഇതിൻ്റെ ഇപ്പോൾ പ്രഷർ വേരിയേഷൻ, അതെല്ലാം പ്രഷറെല്ലാം ഈക്വൽ ആക്കിയിട്ട് ഇവരെ അകത്തേക്ക് പ്രവേശിച്ച് ഇവർക്ക് വെൽക്കം ഡ്രിങ്ക് കൊടുത്തുകൊണ്ടാണ് 4 പേരെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്വീകരിച്ചത്. ഇതിനു മുൻപേ സുനിത വില്യംസിൻ്റെ ദൗത്യമെല്ലാം നമ്മൾ ഇപ്പോൾ തത്സമയം കണ്ടിട്ടുള്ള അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അതിനേക്കാൾ വളരെയധികം ഒരു വാം വെൽക്കമാണ് ഇവർക്ക് നൽകിയത്. അന്നൊക്കെ ഇങ്ങനെ വെൽക്കം ഡ്രിങ്ക് നൽകുന്നത് പോലെയുള്ള കാഴ്ചകളൊന്നും നമ്മളങ്ങനെ കണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വെൽക്കം ഡ്രിങ്ക് കൊടുത്ത് അങ്ങനെയാണ് ഇവരെ സ്വീകരിച്ചത്, ഈ 4 പേരെയും. അതുപോലെ എല്ലാവരെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ളവർ ഹഗ് ചെയ്ത് അകത്തേക്ക് സ്വീകരിച്ചിരിക്കുന്നു. ആദ്യം ഈ മറ്റ് പ്രക്രിയകളെല്ലാം കൂടി ഈ ക്യാപ്ചർ ഹാർട്ട് ക്യാപ്ചർ പ്രക്രിയ പൂർത്തിയായി 7:05-ന് ഈ ബഹിരാകാശ സഞ്ചാരികൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് പിന്നീട് കുറച്ചുകൂടി നേരത്തെയാക്കുന്നു. 6:05-ന് ഇന്ത്യൻ സമയം 6:05-ന് 6:10-ന് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ നേരത്തെ 5:45 കഴിഞ്ഞപ്പോൾ തന്നെ ഈ ബഹിരാകാശ സഞ്ചാരികൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കുന്ന പ്രക്രിയ ഓരോരുത്തരായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കടന്നു. ആദ്യം വെൽക്കം ഡ്രിങ്ക് കൊടുത്തു. അതിനുശേഷം എല്ലാവരെയും ഹഗ് ചെയ്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഉൾപ്പെടുന്ന സംഘം ഇനി എത്ര നാൾ ബഹിരാകാശ നിലയത്തിനുള്ളിൽ ഉണ്ടാകും? അവരെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ പൂർത്തീകരിക്കേണ്ട നിർണായക ദൗത്യം അത് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് സൂചനയുണ്ടോ? മൈക്രോഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ശുഭാംശു ശുക്ല അടുത്ത 14 ദിവസം നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ വിത്ത് വിളയിക്കൽ, ബഹിരാകാശത്ത് വിത്ത് വിളയിക്കുന്നത് പോലെയുള്ള പരീക്ഷണങ്ങൾ, അതെല്ലാം ഈ
14 ദിവസത്തിനകം അദ്ദേഹം നടത്തും. 7 പരീക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് അസൈൻ ചെയ്തിട്ടുള്ളത്. മറ്റ് സംഘാംഗങ്ങളെല്ലാവരും കൂടി മൊത്തം 60 പരീക്ഷണങ്ങളാണ് ഈ 14 ദിവസത്തിൽ നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള അവരുടെ തത്സമയം അവർ സംസാരിക്കുന്നതും നമ്മളിപ്പോൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം അകത്തേക്ക് കയറിയതിന് ശേഷം പെഗി വിൽസൺ ആദ്യം ഒന്ന് സംസാരിക്കാനായിട്ട് മൈക്ക് കയ്യിലെടുത്ത് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. എന്നാൽ അതിൻ്റെ ലൈവ് സ്ട്രീമിങ്ങിലും ഓഡിയോയിലും ചില പ്രശ്നങ്ങൾ വന്നത് കാരണം അത് ഉപേക്ഷിക്കുകയായിരുന്നു. ഇനി അവർ അധികം വൈകാതെ തന്നെ മറ്റ് പ്രക്രിയകളെല്ലാം പൂർത്തിയായി അവർ ഉടൻ തന്നെ ഇപ്പോൾ സംസാരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഈ 14 ദിവസം എന്ന് പറയുന്നത് ശുഭാംശു ശുക്ലയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇപ്പോൾ പോളണ്ടിൽ നിന്നും ഹംഗറിയിൽ നിന്നുമുള്ള 2 പുതിയ ബഹിരാകാശ യാത്രികരും അദ്ദേഹത്തോടൊപ്പം തന്നെ പുതുതായി ബഹിരാകാശ നിലയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഭൂമിയിൽ വെച്ച് ഇപ്പോൾ ആക്സിയം സ്പേസിൻ്റെ പരീക്ഷണ സെൻറ്ററിൽ വെച്ച് നിരവധി പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും സ്പേസിൽ യഥാർത്ഥ സീറോ ഗ്രാവിറ്റിയിൽ നിന്നിട്ടുള്ള അവരുടെ ഒരു ജീവിതം, ഈ 14 ദിവസത്തെ ജീവിതം, അതിനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവർക്ക് നേരിട്ട് തന്നെ ഫേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ചുറ്റുപാടുമായിട്ട് അവർക്ക് യോജിക്കേണ്ടതുണ്ട്. അതിൻ്റെ സമയം, അതിൻ്റെ ഒരു നിമിഷങ്ങളാണ് ഇനി ഇവർക്ക് മുമ്പിലുള്ളത്. അതിവർ വളരെ വിജയകരമായി തന്നെ ഇതുവരെയുള്ള ഘട്ടങ്ങൾ അവർ എങ്ങനെയാണോ വിജയകരമായി പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ അവർ അതും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 14 ദിവസങ്ങൾക്ക് ശേഷം നിർണായകമാണ് അവരുടെ മടങ്ങിവരവും. ആര്യ, തീർച്ചയായും. അജയ് സുധ ബിജു ആണ് സയൻസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ലയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. ആദ്യമായി ഒരു ഇന്ത്യൻ പൗരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്ത്യയെ സംബന്ധിച്ച് അവർക്ക് ബഹിരാകാശത്ത് ഇനി നടത്താനുള്ളത്, പൂർത്തീകരിക്കാനുള്ളത് നിർണായകമായ 7ഓളം ദൗത്യങ്ങളാണ്, പരീക്ഷണങ്ങളാണ്.